ഷംഷാബാദ് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായിട്ട് ഇന്ന് സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന അഭിമന്യ മാർ പ്രിൻസ് ആൻ്റണി പാണങ്ങാടൻ പിതാവ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. പിതാവെ സ്വാഗതം. പിതാവ് വലിയൊരു ഉത്തരവാദിത്തമാണ് ഇന്ന് പിതാവ് ഏൽക്കാൻ പോകുന്നത്. 49ാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുന്നു. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു പിതാവെ? ഷംഷാബാദ് രൂപതയുടെ സ്ഥാപനം തന്നെ അത്ഭുതകരമായിരുന്നു. 2017 സ്ഥാപിതമായ ഈ രൂപത 8 വർഷം പിന്നിടുമ്പോഴേക്കും അതിരൂപതയായി ഉയർത്തപ്പെട്ടത് വളരെ വലിയ ഒരു ദൈവാനുഗ്രഹമാണ്, ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ്. സാധാരണ രീതിയിൽ ഒരു രൂപതയെ അതിരൂപതയാക്കി മാറ്റുന്നത് ആ രൂപതയുടെ പൗരാണികത, ആ രൂപത സഭയ്ക്ക് നൽകുന്ന സംഭാവന, ആ രൂപതയുടെ പ്രാധാന്യം എന്നീ ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. പക്ഷേ ശംഷാബാദിന് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രാധാന്യമല്ലാതെ മറ്റു ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും ഇല്ല. എങ്കിൽ തന്നെയും ഈ രൂപതയെ അതിരൂപതയാക്കി തമ്പുരാൻ ഉയർത്തി. അത് സംഭവിച്ചത് ഈ രൂപതയുടെ വലിയ പ്രേക്ഷിത സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ രൂപത അതിരൂപതയാകുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു, സുപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവിൻ്റെ ഒരു പ്രയോറിറ്റി എന്തിനായിരിക്കും പിതാവ് തുടർന്നുള്ള ദൗത്യങ്ങളിൽ? ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 20-ാമത്തെ ദിനത്തിൽ പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് പോലെ, മറ്റാരോ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നതായിരിക്കും എൻ്റെയും ഈ അതിരൂപതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ദൗത്യവും. ശംഷാബാദ് രൂപതയിലെ ഇപ്പോഴുള്ള വിശ്വാസികൾ ബഹുഭൂരിപക്ഷം പേരും കേരളത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് ഇവിടെ സ്ഥിരപ്പെട്ട വിശ്വാസികളാണ്. അവരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രവാസികളല്ല, പ്രേക്ഷിതരാണ്. സിറോ മലബാർ സഭയുടെ പ്രേക്ഷിതരാണ് അവർ. ഈശോ അപ്പസ്തോലന്മാരെ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിന് അയച്ചിരിക്കുന്നത്, മറ്റ് 72 പേരെയും അയച്ചിരുന്നു. അപ്പോൾ 12 പേർക്ക് മാത്രമല്ല ഈശോ ഈ ദൗത്യം കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രൂപതയിലെ മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമാരും എല്ലാവരും മിഷണറിമാരാണ്. അപ്പോൾ ഈ രൂപത ഒന്നടങ്കം സുവിശേഷം പ്രഘോഷിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹവും എനിക്ക് ഈ രൂപതയിലെ വിശ്വാസികളോട് പറയുവാനുള്ള അപേക്ഷയും. അപ്പോൾ നമുക്ക് ശംഷാബാദ് രൂപത നമുക്കറിയാം 17 സംസ്ഥാനങ്ങൾ, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ. അപ്പോൾ ഈ മേഖലയിലെ യൂത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ വിശ്വാസ പരിശീലനം അതൊരു വെല്ലുവിളി ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെങ്ങനെ തരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്കുള്ള വിശ്വാസികൾ ബഹുഭൂരിപക്ഷം പേരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളം സംസാരിക്കുന്നവരും കേരള പശ്ചാത്തലം ഉള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് വലിയ വെല്ലുവിളിയില്ല. വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിശ്വാസ പരിശീലനം കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തി പുതിയ വിശ്വാസികൾ വരികയാണെങ്കിൽ, പുതിയ യുവജനങ്ങൾ വരുവാണെങ്കിൽ ഈ പറഞ്ഞ വെല്ലുവിളി നമുക്ക് കൂടുതൽ പ്രകടമായിട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം സാംസ്കാരികമായ ഭാഷാപരമായ വെല്ലുവിളികൾ നമുക്ക് കൂടുതലുണ്ടാകും. പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹം ഏറ്റവും കൂടുതൽ പിതാവിൻ്റെ ഒരു സ്വാഗതം ചെയ്യുന്ന പിതാവിൻ്റെ തീക്ഷ്ണത നിറഞ്ഞ സുവിശേഷ പ്രഘോഷണങ്ങളാണ്. വീണ്ടും നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെയുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ പിതാവിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷണം ഒരിക്കലും കുറയില്ല. സുവിശേഷ പ്രഘോഷണമാണ് എൻ്റെ ജീവനെ നിലനിർത്തുന്നത്, എൻ്റെ ശുശ്രൂഷയെ നിലനിർത്തുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാനേ ഞാൻ പരിശ്രമിക്കുകയുള്ളൂ. സുവിശേഷ പ്രഘോഷണം ഒരു കാരണവശാലും കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല.